കുട്ടനാടിനോടും നെൽകർഷകരോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഭിക്ഷാടന സമരം സംഘടിപ്പിച്ച കർഷക മോർച്ച മങ്കൊമ്പ് പാടി ഓഫീസിൽ നിന്ന് കുട്ടനാട് MLA ഓഫീസിലേക്ക് കർഷകർ പിച്ചച്ചട്ടിയുമായി മാർച്ച് നടത്തിയായിരുന്നു പ്രതിഷേധം. സമരം BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സീസണിൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായി വിതരണം ചെയ്യുക, നെല്ലിന്റെ വിലവർധന അടക്കമുള്ള കാര്യങ്ങളിൽ കർഷകരോട് VD സതീശൻ സർക്കാർ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. മങ്കൊമ്പ് പാടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ഭിക്ഷാടന സമരം കുട്ടനാട് MLA റെജി ചെറിയാന്റെ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. പിച്ചച്ചട്ടിയുമായിട്ടായിരുന്നു കർഷകരുടെ സമരം. പ്രതിഷേധ പരിപാടി BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത സീസണിലെ വിത പൂർത്തിയായി 40 ദിവസം കഴിഞ്ഞിട്ടും കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിന്റെ വില തന്നു തീർത്തിട്ടില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. ഈ സർക്കാർ ഈ കുട്ടനാട്ടിലെ നെൽകർഷകരെ തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില നാളെ വരെ കൊടുത്തു തീർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ രണ്ടാം കൃഷിയുടെ വിളവ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് അടുത്ത കൃഷിയുടെ വില കൊടുക്കാൻ വേണ്ടി കഴിയുക? കേന്ദ്ര സർക്കാർ നെല്ല് വില വർദ്ധിപ്പിച്ചിട്ടും ആ വർധന കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നും ബഡ്ജറ്റിൽ കുട്ടനാടിനെയും നെൽകർഷകരെയും പൂർണ്ണമായി അവഗണിച്ചെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലും നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചു. ആ നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോഴും കുട്ടനാട്ടിലെ കർഷകർക്ക് കിട്ടുന്നത് കേവലം 1 കിലോഗ്രാമിന് 30 രൂപ മാത്രമാണ്. ബഡ്ജറ്റിൽ നെൽകർഷകർക്ക് ന്യായമായിട്ടുള്ള വില വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവർ പറഞ്ഞത് 1 കിലോഗ്രാം നെല്ലിന് 35 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ ഇവർ സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കുട്ടനാട് എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. പിണറായി സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനം UDFും തുടരുമ്പോൾ 10,000-കണക്കിന് നെൽകർഷകരാണ് ഈ മേഖല വിട്ട് മറ്റ് ഉപജീവന മാർഗം തേടി പോകുന്നത്. ജനം, ആലപ്പുഴ.